ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പുതിയൊരു കൺസെപ്റ്റാണ്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ കീസ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് DBMSൽ കീ എന്ന് പറയുന്നത്? അപ്പോൾ കീ ഞാൻ മുന്നത്തെ ക്ലാസ്സിലൊക്കെ എവിടെയൊക്കെ ആയിട്ട് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടാകും കീസിനെ പറ്റിയിട്ട്. അപ്പോൾ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളെയാണ് കീ എന്ന് പറയുന്നത്. നമ്മളൊരു ടാബിളിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ടപ്പിൾസ് ഉണ്ടാവും അല്ലേ? ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ വാല്യൂസിനെയാണ് നമ്മൾ ടപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ റോ വാല്യൂവിനെ യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വാല്യൂ, അതിനെയാണ് നമ്മൾ കീ വാല്യൂ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ് ടേബിൾ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സ്റ്റുഡൻറ് ടേബിളിൽ സ്റ്റുഡൻറ് ID ഉണ്ടാവും, നെയിം ഉണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, മാർക്ക് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡീറ്റെയിൽസിനെല്ലാം യുണീക്കായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ആട്രിബ്യൂട്ട് വാല്യൂ, അതാണ് കീ വാല്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നെയിമാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. നെയിമിന് എന്തായിരിക്കും? ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരേ നെയിമുള്ള ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടാവും. അപ്പൊ നമ്മൾ നെയിം വെച്ചിട്ട് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സപ്പോസ് ഒരു അഭിലാഷ് എന്ന് വിളിക്കുന്നു. അപ്പൊ അഭിലാഷ് എന്ന് പറഞ്ഞ 2 കുട്ടികളുണ്ടെങ്കിൽ ഏത് അഭിലാഷിന്റെ വാല്യൂ ആണ് എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന് പകരം നമ്മൾ രജിസ്റ്റർ നമ്പർ ആണ് എടുക്കുന്നത് വിചാരിക്കുക. രജിസ്റ്റർ നമ്പർ 1 ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ 1ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഒറ്റ റോ ഉണ്ടാവുള്ളൂ അല്ലേ? രജിസ്റ്റർ നമ്പർ 2 പേർക്ക് ഒരേ വാല്യൂ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വാല്യൂസിനെയാണ് കീ വാല്യൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡെഫിനിഷൻ നോക്കിക്കോ. കീസ് ഇൻ DBMS ഈസ് എൻ ആട്രിബ്യൂട്ട് ഓർ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഒന്നുകിൽ ഒരു ആട്രിബ്യൂട്ട് ആവാം അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആവാം. വിച്ച് ഹെൽപ്സ് യു ടു ഐഡന്റിഫൈ എ റോ, ടപ്പിൾ അല്ലെ? ടപ്പിൾ അല്ലേ റോ എന്ന് പറഞ്ഞാൽ? ഇന്ന് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ആണ്. അപ്പോൾ എന്താണ്? ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സോ ആവാം കീ വാല്യൂ എന്ന് പറയുന്നത്. വിച്ച് യുണീക്ലി ഐഡന്റിഫൈ ടപ്പിൾസ് ഇൻ എ റിലേഷൻ. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നതാണ് they allow you to find the relation between two tables. 2 tables തമ്മിലുള്ള റിലേഷൻ പറയാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫോറിൻ കീ എന്ന് പറയുന്ന ഒരു കീ ആണ് യൂസ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ കീ ഹെൽപ്പ് യു യുണീക്ലി ഐഡന്റിഫൈ റോ ഇൻ എ ടേബിൾ ബൈ കോമ്പിനേഷൻ ഓഫ് 1 or more കോളംസ് ഇൻ ദ ടേബിൾ. ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ മാറ്റി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഡെഫിനേഷൻ ഒന്ന് മാറ്റി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും റോ വാല്യൂസിനെ എന്ത് വെച്ചിട്ട്? കോളം വാല്യൂസ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം വാല്യൂസ് ആണ്. ഈ മുകളിൽ പറഞ്ഞ സാധനത്തിന് ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ കീ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് 1 or more ആട്രിബ്യൂട്ട് ആണ് വിച്ച് യുണീക്ലി ഐഡന്റിഫൈസ് ടപ്പിൾസ് ഇൻ എ റിലേഷൻ. ഓക്കെ, അപ്പൊ അത് ഡെഫിനേഷൻ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. ഇതൊരു റിലേഷൻ ആണ്, എംപ്ലോയി റിലേഷൻ എന്ന റിലേഷൻ ആണ്. അപ്പൊ റിലേഷൻ്റെ അകത്തുള്ള ഫീൽഡ്സ് നോക്കുക. ആട്രിബ്യൂട്ട്സ് എംപ്ലോയി ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഈ 3 ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കുക, നിങ്ങൾ നെയിം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ വരാം. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം എന്ന് പറയുന്നതും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ വരാം. ഒരേ ലാസ്റ്റ് നെയിം ഉള്ള ആൾക്കാരുണ്ടാവും അല്ലെ? പക്ഷെ എംപ്ലോയി ID എന്ന് പറയുന്നത് അതെന്തായിരിക്കും? യുണീക്ക് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ കീ വാല്യൂ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ എംപ്ലോയി ID ആയിരിക്കും. ഓക്കെ, ഇനി എന്തിനാണ് നമുക്കൊരു കീ വാല്യൂ ആവശ്യമായിട്ട് വരുന്നത്? വൈ വി നീഡ് എ കീ. അപ്പൊ ഫസ്റ്റ് നീഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ? യുണീക്ക് ആയിട്ട് ഡാറ്റേനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ടേബിളിൽ ഒരു സ്റ്റോർ ചെയ്ത ഡാറ്റേനെ നിങ്ങൾക്ക് യുണീക്ക് ആയിട്ട് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീ വാല്യൂസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോർമൽ ഒരു ക്ലാസിന്റെ കേസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആകെ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും? ഒരു 30 അത്രയൊക്കെ സ്റ്റുഡൻസ് വരുള്ളൂ. നമ്മൾ മൊത്തം ഒരു കോളേജിന്റെ കേസ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വരും. അപ്പോൾ അത്രയും സ്റ്റുഡൻസിൻ്റെ അകത്ത് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽ പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറ്റും. അപ്പൊ തൗസൻഡ്സ് ഓഫ് റെക്കോർഡ്സിന്റെ അടുത്ത് നിന്ന് എളുപ്പത്തിൽ ഡാറ്റാസിനും അതുപോലെ തന്നെ റെക്കോർഡ്സിനെയൊക്കെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ കീ വാല്യൂ കൊണ്ട് പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാബിൾസ്. ടാബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും?
കീ വാല്യൂസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഐഡന്റിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഇൻ റിലേഷൻഷിപ്പിൽ ഐഡന്റിറ്റിയും അതുപോലെ തന്നെ ഇന്റഗ്രിറ്റിയും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യും, കീ വാല്യൂസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് കീസ് ഇൻ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഏതെല്ലാം കീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ട് 7 കീസ് പറയുന്നുണ്ട്. അതിലൊരു 4 കീസ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ 7 കീസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് സൂപ്പർ കീ. സൂപ്പർ കീ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ കീസ് വിച്ച് ഐഡന്റിഫൈസ് റോസ് ഇൻ എ ടേബിൾ ആണ്. അതായത് ഒന്നുകിൽ ഒരു കീ മാത്രമാവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കീസ് ആവാം, ഒന്നിൽ കൂടുതൽ കീസിന്റെ കളക്ഷൻ ആവാം. അതിനെയാണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റുഡന്റിന്റെ ID മാത്രം അല്ലെങ്കിൽ എംപ്ലോയിന്റെ ID മാത്രം ഒരു കീ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു കീ വാല്യൂ ആയിട്ട് എടുക്കാം. അതുപോലെ മെയിൽ ID എന്ന് പറയുന്നത് ഒരു കീ വാല്യൂ ആയിട്ട് എടുക്കാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് ഓഫ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ കീസ്, അതാണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ is a column or group of columns in a table that uniquely identify every row in that table. അപ്പോൾ ഡെഫിനിഷൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടും സെയിം തന്നെയല്ലേ പറഞ്ഞത്. അപ്പം ഈ പ്രൈമറി കീ എന്ന് പറയുന്നത് എന്താ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ, പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കീ ആയിരിക്കും നമ്മൾ എപ്പോഴും പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യുക. ഇവിടെ ഡെഫിനിഷൻ സെയിം തന്നെയാണ്, കോളം ഓർ ഗ്രൂപ്പ് ഓഫ് കോളം. ഒന്നുകിൽ ഒരു ആട്രിബ്യൂട്ട് ആവാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആട്രിബ്യൂട്ട് ആവാം. അത് യുണീക്ക് ആയിട്ട് റോ വാല്യൂസിനെ ഐഡന്റിഫൈ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ. ഇനി കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ ശരിക്കും മിനിമൽ സൂപ്പർ കീനെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. മിനിമൽ സൂപ്പർ കീ. അപ്പൊ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് a set of attributes that uniquely identifies tuples in a relation. എല്ലാ കീന്റെയും ഡെഫിനിഷൻ സെയിം ആണ്. ഇനി കാൻഡിഡേറ്റ് കീ ഈസ് എ സൂപ്പർ കീ വിത്ത് നോ റിപ്പീറ്റഡ് ആട്രിബ്യൂട്ട്സ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് സൂപ്പർ കീൻ്റെ അകത്ത് റിപ്പീറ്റഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് മിനിമൽ സൂപ്പർ കീ ആണ്. ഓക്കെ. അതിൻ്റെ അകത്ത് റെപ്പിറ്റേഷനെല്ലാം ഒഴിവാക്കിയിട്ടുള്ള മിനിമം വാല്യൂസ് വെച്ചിട്ടുള്ളത്. ഇനി ഓൾട്ടർനേറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾട്ടർനേറ്റ് കീന് ഡെഫിനിഷൻ സെയിം തന്നെയാണ്, കോളം ഓർ ഗ്രൂപ്പ് ഓഫ് കോളംസ് ഇൻ എ ടേബിൾ ദാറ്റ് യുണീക്ലി ഐഡന്റിഫൈസ് എവറി റോ ഇൻ ദാറ്റ് ടേബിൾ. പക്ഷെ ഓൾട്ടർനേറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 4-5 കീ ഉണ്ടെന്ന് വിചാരിക്കും. കീ വാല്യൂസ് യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന 4-5 കീ വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു കീ വാല്യൂനെ നമ്മൾ എന്ത് ചെയ്യും, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെടുത്തിട്ട് പ്രൈമറി കീ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ ബാക്കിയുള്ള കീ വാല്യൂസ് ഉണ്ടാവില്ലേ, പ്രൈമറി കീ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന കീ വാല്യൂസ് ഉണ്ടാവില്ലേ, അപ്പൊ അതിനെയാണ് ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി പറയുന്നത് ഫോറിൻ കീ. ഫോറിൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെയിമിലുള്ളത് പോലെ തന്നെ അത് റിലേഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 2 ടേബിൾസ് തമ്മിലുള്ള റിലേഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു ടേബിളിലെ പ്രൈമറി കീ വേറൊരു ടേബിളിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനേഷൻ സെയിം ആയിരിക്കും, കോളംസ് ദാറ്റ് ക്രിയേറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ടേബിൾ. 2 ടേബിളിൽ റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. ദ പേർപ്പസ് ഓഫ് ഫോറിൻ കീ ഈസ് ടു മെയിൻറ്റെയിൻ ഡാറ്റ ഇന്റഗ്രിറ്റി ആൻഡ് അലോ നാവിഗേഷൻ ബിറ്റ്വീൻ 2 ഡിഫറെന്റ് ഇൻസ്റ്റൻസസ് ഓഫ് ആൻ എൻറ്റിറ്റി. അത് 2 ടേബിൾസിന്റെ റിലേഷൻസ് കൺസിഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 2 എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടേബിൾ ആയിരിക്കും. അപ്പോൾ 2 ടേബിളിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൻ്റെ രണ്ടും തമ്മിലുള്ള റിലേഷൻ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് 2-3 കീയും കൂടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് കീ ഹാസ് 2 or more attributes. അതായത് ഒന്നുകിൽ നമ്മൾ പ്രൈമറി കീ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റുഡന്റ് ID മാത്രമായിരിക്കും ഉള്ളതെടുക്കുക എന്നാണെങ്കിൽ ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി സ്റ്റുഡന്റ് IDയും നെയിമും കൂടി കൂട്ടിച്ചേർത്തിട്ടാണൊരു പിന്നെ കീ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ 2 ആട്രിബ്യൂട്ട് വാല്യൂസ് അതിൻ്റെ അകത്ത് വന്നു. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, കോമ്പൗണ്ട് കീ എന്ന് പറയുന്നത്. അതുകൂടാണ്ട് കോമ്പോസിറ്റ് കീ ഉണ്ട്, അതുപോലെ തന്നെ സെറോഗേറ്റ് കീ ഉണ്ട്. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് കാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കീ വാല്യൂസ് ആണ്. സൂപ്പർ കീ അറിഞ്ഞിരിക്കണം, പ്രൈമറി കീ അറിയണം, കാൻഡിഡേറ്റ് അറിയണം, ഓൾട്ടർനേറ്റ് പ്രൈമറി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത്, പ്രൈമറി കീ അല്ലാത്തത് ഓൾട്ടർനേറ്റ് കീ, അങ്ങനെ പഠിച്ചാൽ മതി. ഫോറിൻ കീ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി ഓരോ കീ വാല്യൂസിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് നെക്സ്റ്റ് സ്ലൈഡിൽ ഇടാം. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഒന്നിച്ചാവില്ല. ഓക്കെ.